വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുൻ മന്ത്രി എം പി രാജേഷ്. തിരഞ്ഞെടുപ്പ് കാരണം LDF നികുതി ഇളവ് പ്രഖ്യാപിച്ചില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റ്. നികുതി ഇളവ് നൽകി കൈയോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുകയാണ്. കേരളത്തിൽ മദ്യം ഒഴുക്കിയത് ഉമ്മൻചാണ്ടി സർക്കാർ കാലത്താണ്. UDFന് മദ്യം എല്ലാ കാലത്തും കറവ പശുവാണ്. ഇത്തവണ ആ നീക്കം പൊളിഞ്ഞതിന്റെ രോഷമാണ് അദ്ദേഹം തീർക്കുന്നതെന്നും എം പി രാജേഷ് പറഞ്ഞു. ഭരണത്തിൽ 3 വർഷവും 5 മാസവും അനങ്ങാതിരുന്ന ഫയൽ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം നാൾ ഉയർപ്പെടുത്തി. മെയ് 21 വൈകുന്നേരം 6:30 ശ്രീ VD സതീശന്റെ കയ്യിലെത്തിയ ഫയൽ 24 ദിവസം അദ്ദേഹം കൈവശം. ജൂൺ 14 രാത്രി 10-12 ഫയലിൽ തീരുമാനമെടുത്തു കൊടുക്കുന്നത്. ഇത് കാണിക്കുന്നത് എന്താ? 24 ദിവസം ഉണ്ടായിട്ടും സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്തില്ലാന്നല്ലേ? സഭയില്ലാത്തതും ഉണ്ടായിരുന്നു. ആര് മറിയെടുക്കുന്ന നിർബന്ധം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. എന്താണ് ആ നിർബന്ധത്തിന്റെ പിന്നിലുള്ള താല്പര്യം? ഉമ്മൻചാണ്ടിയുടെ ബാർ കൂട്ടലിനെ എതിർത്തയാണ് ആവശ്യം VD സതീശൻ. ഇപ്പൊ അദ്ദേഹം പറയാൻ അന്ന് ഉമ്മൻചാണ്ടി എല്ലാം കൂട്ടി നിങ്ങളെല്ലാം തുറന്നു എന്ന്. അതാണ് ശരിയായ നയം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കയ്യിലെ അധികാരം തെറ്റായ നയമൊക്കെ തിരുത്താൻ അവതരിച്ച അവതാരമാണെന്നാണല്ലോ പറയുന്നത്. ഒരു മുഖ്യമന്ത്രി വസ്തുതകളുടെ പിൻബലമില്ലാതെ ആരോപണങ്ങൾ, അവാസ്തവങ്ങൾ ആരോപണങ്ങളായിട്ട് ഉന്നയിക്കുകയാണ്. ഇപ്പോഴും മദ്യം കൊടുക്കാൻ നീക്കം നടത്തിയതാരാണ്? മുഖ്യമന്ത്രി നേരിട്ടാണ്. സ്വന്തം പാർട്ടിയെയും മുന്നണിയെയും സ്വന്തം ക്യാബിനറ്റിൽ എക്സൈസ് മന്ത്രിയെയും ഇരുട്ടത്ത് നിർത്തി മദ്യം കൊടുക്കാൻ ശ്രമിച്ചത് ഈ മുഖ്യമന്ത്രിയാണ്. ഈ UDFന് മദ്യം എന്നും ഒരു കറവപ്പശുവാണ്. എല്ലാ കാലത്തും മദ്യം ഒരു കറവപ്പശു. അതിപ്പോ നടന്നില്ല, കൈയോടെ പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ടതിന്റെ ദോഷമാണ് അദ്ദേഹം പറയുന്നത്. അവാസ്തവം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല, അതനുവദിക്കും.